ഹലോ ഗൈസ്, എല്ലാവർക്കും കാൽപ്പൻ ടോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റലി വേഴ്സസ് സ്വിറ്റ്സർലാൻഡും അതുപോലെ തന്നെ ജർമ്മനി വേഴ്സസ് ഡെൻമാർക്കും ഒരു പ്രീ ക്വാർട്ടർ ഫൈനലിന്റെ മാച്ച് അനാലിസിസ് ആണ്. അപ്പോ ഇന്ന് നമ്മുടെ വീഡിയോയില് ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അബ്ദുള്ള മാഹിൻ ഫർസി, പിന്നെ ദത്ത്, അതുപോലെ ഷാമില്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇറ്റലി വേഴ്സസ് സ്വിറ്റ്സർലാൻഡ്, ഈ ഒരു മാച്ച് എല്ലാരും കമ്പാരിറ്റീവ്ലി ഇറ്റലിക്ക് വിന്നായിട്ട് എഴുതിയ മാച്ചിൽ സ്വിറ്റ്സർലാൻഡ് ഇറ്റലിനെ ത്രാഷ് ചെയ്തിട്ടു എന്ന് തന്നെ പറയാം. ലൈക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇറ്റലി ത്രാഷ് ചെയ്തതും പറഞ്ഞത് നേരെ ഉൾട്ടയായി വന്നു. അപ്പൊ ആ ഒരു മാച്ചിനെ എങ്ങനെ വിലയിരുത്തുന്നു പറഞ്ഞു? ഞാന് സത്യം പറഞ്ഞ സ്വിറ്റ്സർലാൻഡ് ജയിക്കും തന്നെ കരുതി. കാരണം രണ്ട് ടീമിന്റെ പെർഫോമൻസ് അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്. എനിക്ക് ഉറപ്പുണ്ട് സ്വിറ്റ്സർലാൻഡ് ഡോമിനേറ്റ്. കാരണം ഇറ്റലി ലോ ബ്ലോക്ക് കളിയും സ്വിറ്റ്സർലാൻഡ് ഡോമിനേഷൻ കളിയാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ. ഈവൻ ജർമ്മനിയെ പോലെ ഏറ്റവും ചാലഞ്ച് കൊടുത്തത് സ്വിറ്റ്സർലാൻഡിനാണ് ജർമ്മനിക്കെതിരെ പോലെ. അപ്പൊ എക്സ്പെക്ട് ചെയ്താണ്. ബട്ട് ടാക്ടിക്കലി ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു ഇറ്റലിനെ സ്വിറ്റ്സർലാൻഡ്. എനിക്ക് തോന്നുന്നത് ഈ ഷാബി ലിവർകൂസനായിട്ട് സാമ്യമുണ്ട് ഈ സ്വിറ്റ്സർലാൻഡിന്റെ അറ്റാക്കിംഗ് ഫുട്ബോൾ. കാരണം അവർ മെയിൻ ബാക്ക് ത്രീ വെച്ച് രണ്ട് ടീമിന്റെ സോളായിട്ട് രണ്ട് സെന്റർ ഓഫ് ദി പാർക്ക്, രണ്ട് മിഡ്ഫീൽഡ് ഫ്രോളറും ഷാക്കവും ബെസ്റ്റ് ഈ ടൂർണമെന്റിലെ രണ്ട് ബെസ്റ്റ് മിഡ്ഫീൽഡിംഗ് പേരാണ് ഫ്രോളറും ഷാക്കും ഉണ്ടായത്. അതുപോലെ തന്നെ രണ്ട് പ്ലേയേഴ്സ് ഇന്റീരിയർ ഫോർവേഡ്സ് ആണ്, സ്യൂഡോ വിങ്ങേഴ്സ് പോലെയാണ്. പിന്നെ രണ്ട് വിങ് ബാക്സ്. അങ്ങനെയാണ് സ്വിറ്റ്സർലാൻഡ് ഇറങ്ങിയത്. അത് എനിക്കൊന്ന് ഇറ്റലി തീരെ എക്സ്പെക്ട് ചെയ്യാത്ത പോലെ ഒരു അറ്റാക്ക് ആയിരുന്നു സ്വിറ്റ്സർലാൻഡ് ഭാഗത്ത് വന്നത്. പിന്നെ ഇറ്റലി ഒരുപാട് ആവശ്യമില്ലാതെ ഒരുപാട് ചേഞ്ചസ് നടത്തി. ഈവൻ ഫാജോളിന്റെ സ്റ്റാർട്ടിങ് അല്ലെ ഇറ്റാലിയൻ മീഡിയാസിൽ ചർച്ച ചെയ്തത്. കാരണം 8 മാസം ബാൻ കഴിഞ്ഞാണ് ഡയറക്റ്റ് യൂറോ നോക്കൌട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതും സ്ട്രോങ് സ്വിറ്റ്സർലാൻഡിനെതിരെ. അതൊക്കെ വലിയ ഡ്രോബാക്സ് ആയിരുന്നു. പിന്നെ ഈ ഇന്റീരിയർ പ്ലേയേഴ്സിന്റെ പിന്നെ വിങ് ബാക്സിന്റെ തുടർച്ച അറ്റാക്ക്, മറ്റേ സെന്റർ ബാക്സും വിങ് ബാക്സും ഗ്യാപ്പിലുള്ള അറ്റാക്ക്. ഈ ഡി ലോറൻസ് ആണെങ്കിലും ഡാർമിൻ അങ്ങനത്തെ സ്പീഡി പ്ലേയേഴ്സ് അല്ല. ഇത് ഓൾമോസ്റ്റ് 4 വിങ്ങേഴ്സ് ആണ് അറ്റാക്ക് ചെയ്യുന്നത് കോൺസ്റ്റന്റ്ലി. അതുകൊണ്ട് എക്സോസ്റ്റഡ് ആയി തന്നെ പറയാം. ഇറ്റലി ടാക്ടിക്കലി അനൈലേറ്റ് ചെയ്തു സ്വിറ്റ്സർലാൻഡ് ഇറ്റലിയെ. ഇപ്പോ ദത്ത് ഈ മാച്ചിനെ എങ്ങനെ വിലയിരുത്തുന്നു? ദത്തും ഫർസീനും ആയിരുന്നു സ്വിറ്റ്സർലാൻഡിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ റൂട്ട് ചെയ്തിരുന്നത്. അപ്പോ നിങ്ങളുടെ ഒരു വിഷന്റെ ഒരു വിന്നായിട്ട് ഇത് നമുക്ക് പ്രഖ്യാപിക്കാം. അപ്പോ ആ മാച്ചിൽ എങ്ങനെ വിലയിരുത്തുന്നു? ആസ് എക്സ്പെക്ടഡ് സ്വിറ്റ്സർലാൻഡിനായി നമ്മൾ എന്ത് വിചാരിച്ചു അത് തന്നെ വന്നു. ഫർസി പറഞ്ഞ പോലെ കറക്റ്റ് ഒരു ലെവർകൂസൺ വൈബാണ് ആ ടീമിന്റെ കയ്യിൽ. എംബോളോ ഒരു ഫങ്ഷനിങ് സ്ട്രൈക്കറായിട്ട് കളിക്കുന്നത് അതിൽ കാണാനുണ്ട്. നല്ല പെർഫോമൻസ് എന്ന് വെച്ചാല് നമുക്ക് അവരെ കളി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ അറ്റ് ടൈംസ് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. പൊസിഷൻ ഗെയിംസ് കളിക്കേണ്ട കാലത്ത് പൊസിഷൻ ഗെയിം കളിക്കും, കൗണ്ടർ അടിക്കേണ്ട അടുത്ത് കൗണ്ടർ അടിക്കും. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടീം. എന്നാൽ ആ ഒരു സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. വളരെ നല്ല കളിയായിരുന്നു സ്വിറ്റ്സർലൻഡിന്റെ കയ്യിൽ നിന്ന്. പക്ഷെ ഇറ്റലിന്റെ ലാക്ക് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം ഫുൾ ബാക്സ് ആണ്. രണ്ടും ഡിഫൻസീവ് ഫുൾ ബാക്സ് ഉണ്ടായിരുന്നു. ഡാർമിയൻ ആയാലും ഡി ലോറൻസ് ആയാലും ഒരു ബാക്ക് ത്രീക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന പോലത്തെ പ്ലേയേഴ്സാണ്. അതാണ് ഈ ടൂർണമെന്റിൽ അവർക്ക് ഫുൾ ലാക്ക് ചെയ്തത്. ഈ മാർക്കോനെ ഇന്നലെ എന്തുകൊണ്ട് തപ്പ് ചെയ്തതെന്ന് നമുക്കറിയില്ല. ഇന്നലെ 11 ഫുള്ള് ഫ്ലോപ്പായി. ഡിമാർക്കോനൊക്കെ ഇറ്റലി ആക്ച്വലി കുറച്ചുകൂടെ ഒരു ഫോർവേഡ് ലൈനപ്പിലേക്ക് ഒരു ബാക്ക് ത്രീയിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ഡിമാർക്കോന്റെ ഒക്കെ ബെസ്റ്റ് കിട്ടും. ഇറ്റലിക്ക് മച്ച് ബെറ്റർ ആയിട്ട് കളിക്കാൻ ഈ ടൂർണമെന്റ് ഓൾ ഓവർ നോക്കുകയാണെങ്കിൽ ഇവർക്ക് എങ്ങനെയോ എന്റെ ഒരു ഒപ്പീനിയനിൽ അൺഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു ചാൻസ് ആണ് ഇറ്റലിക്ക് കിട്ടിയ യൂറോയില് 16 റൗണ്ട് ഓഫ് 16 വരെ കയറാൻ പറ്റിയത്. ഒരു അൺഡിസേർവ്ഡ് ടീം പോലെയാണ് ഇറ്റലിനെ ഫീൽ ചെയ്തത്. കാരണം അവര് ഗ്രൂപ്പ് സ്റ്റേജിൽ കളിച്ച കളിയാണെങ്കിലും ഒക്കെ വെറും ശോകമായിരുന്നു. ആൻഡ് ക്വാളിറ്റി ഫുട്ബോൾ എന്ന് പറയുന്ന സാധനം ഈ റീഗെയിനിങ് ചാമ്പ്യൻസിന്റെ കയ്യിൽ നിന്ന് വന്നിട്ടില്ല. 2021 യൂറോ കപ്പ് ചാമ്പ്യൻസ് 2022 വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യാൻ വിട്ടുപോകുന്നു. അതുപോലെ തന്നെ 2024 യൂറോ കപ്പില് പ്രീ ക്വാർട്ടറിൽ തന്നെ എലിമിനേറ്റ് ആയി പോകുന്നു. സോ ഇറ്റലി ഒരു വൺ സീസൺ വണ്ടറായി മാറിയിട്ടുണ്ടോ ഷാമിൽ? ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നലത്തെ ലൈനപ്പ് കുറച്ച് അപരാധമായിട്ടാണ് എനിക്ക് തോന്നിയത്.
സാധാരണ ഇപ്പോ കഴിഞ്ഞ കളികളിലൊക്കെ ഇറക്കിക്കൊണ്ട് കാലിഫോർണിയനൊക്കെ എടുത്തിട്ട് ബെഞ്ചിലിരുത്തി. പിന്നെ ഫുൾ ബാക്സിന്റെ കാര്യം പറയണ്ടേ, ഇവിടെ ഫർദിയും ഇതൊക്കെ ഫുൾ ബാക്സ് അവിടെ ഡി ലോറൻസോനെ അങ്ങേര് ഇപ്പോഴും പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഒരു കളി പോലും ബെഞ്ച് ചെയ്തിട്ട് ബെലനോവ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട് റൈറ്റ് ബാക്ക്, ജനോവ പാർമയാ അതിലെന്തോ കളിക്കുന്നതാണ് ചെന്നൈ. അപ്പൊ അവനൊക്കെ ഒന്ന് ട്രൈ ചെയ്യാതെ ഈ ഡി ലോറൻസോനെ തന്നെ പരിഗണിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല. ഫേവറിസം ഉണ്ടായിരിക്കാം, അറിയില്ല. എന്നിട്ട് ടാറ്റിക്സ് പറ്റവത്തായിരുന്നു. ടാറ്റിക്സ് ആയി കഴിഞ്ഞാൽ ലൈനപ്പ് ആയി കഴിഞ്ഞാൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇറക്കേണ്ട പ്ലേയേഴ്സിനെയാണ്, റിസർവ് പ്ലേയേഴ്സിനെയാണ് ഇതുപോലത്തെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള റൗണ്ട് ഓഫ് 16 മാച്ചിലൊക്കെ ഇറക്കുന്നത്. സർപ്രൈസ് ആയിരുന്നു ഇടപെടലായി. അത് മാത്രല്ല റാസ്പഡേരിയൊന്നും ട്രൈ ചെയ്തിട്ടില്ല ഈ ടൂർണമെന്റിൽ. ആ എൽ ഷറാവിനെ വരെ കളിപ്പിച്ചു. സ്കാമാക്കാന് ആവശ്യമില്ലാണ്ട് ഒരാവശ്യം സ്കമാക്കൊക്കെ എന്തിനാണോ ഒരു കാര്യമില്ല. സ്കാമാക്കൊക്കെ ലിങ്ക് പ്ലേ കൂടി സ്കാമാക്കാനെക്കാളും നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ലീഗിൽ കളിക്കുന്ന നല്ല പ്ലേയേഴ്സ് ഉണ്ട്, അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ഉണ്ട് ഇറ്റാലി ലീഗിൽ കളിക്കുന്ന. ഓരോന്നും പരിഗണിച്ചിട്ടാ സ്പെലേറ്റി സെലക്ഷനിൽ. പിന്നെ ലൊക്കട്ടലിനെല്ലോ എടുത്ത് ചെയ്തിട്ടാ. ഈ ലൊക്കട്ടലി അറ്റ്ലീസ്റ്റ് ജോർജിനെങ്കിലും 11 വേണമായിരുന്നു. സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാവാത്. കഴിഞ്ഞ ചങ്ങായി 8 മാസം ഫുട്ബോളേ കളിച്ചില്ല. ജോർജിയ ഡ്രോപ്പ് ചെയ്ത് പെട്ടെന്ന് ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്തില്ല. ഫാജിയോളി ഡയറക്റ്റ് റൗണ്ട് ഓഫ് 16 ആണ് സ്റ്റാർട്ട് ചെയ്തത്. ബ്ലണ്ടർ ആണിത്. അതെനിക്ക് തോന്നുന്ന ഓഫ് ദ ഗാർഡ് ലൈറ്റ് സ്വിറ്റ്സർലാൻഡിനെ ടാക്ടിക്കലി എന്താ പറയുന്ന ഓവർ പവർ സ്വിറ്റ്സർലാൻഡിനെ ഔട്ട് ഓഫ് ദി ബോക്സ് കൗണ്ടർ ചെയ്യാൻ നോക്കിയതായിരിക്കാം. അത് നല്ല രീതിക്ക് നോക്കിയത്. സത്യം പറഞ്ഞാല് എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് പ്ലേയേഴ്സിനല്ലേ വെച്ചിട്ട് അവർക്ക് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് കൊടുക്കാൻ ശ്രമിച്ചത്. പണി തിരിച്ച് അത് നടന്നില്ല. അല്ല, കലിയോഫീർ ഇന്നലെ ടീമിലേ ഇല്ലേ? ടീമിലുണ്ടായിരുന്നു. സസ്പെൻഷൻ. ഇനി അടുത്ത മാച്ചിലേക്ക് നമുക്ക് പോവാം. ജർമ്മനി വേഴ്സസ് ഡെൻമാർക്ക്. ഡെൻമാർക്ക് ആ ഒരു സ്ക്വാഡ് വെച്ചിട്ട് തീരെ മോശം പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു ടീമും, അതുപോലെ തന്നെ യൂറോയിലെ ഹോസ്റ്റ് തന്നെ നല്ലൊരു അടിപൊളി റണ്ണിലേക്ക് ഒരു വിന്റേജ് ജർമ്മൻ ടീം വൈബിൽ കളിക്കുന്ന ഒരു ടീമും തമ്മിലുള്ള ഒരു ക്ലാഷിൽ ജർമ്മനിക്ക് നമ്മളെല്ലാവരും വിചാരിച്ച പോലെ തന്നെ ഒരു ഈസി ആയിട്ടുള്ള വിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ മാച്ചില് എന്തൊക്കെ അഭിപ്രായം, ആ മാച്ചിന് ഒരു അനാലിസിസ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു? ജർമ്മനിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പെർഫോമൻസ് അല്ല, ഡോമിനേറ്റിംഗ് പെർഫോമൻസ് എന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ കളി ഒരു ബാലൻസ്ഡ് ആണ്. അവർക്ക് അവരുടേതായ ഒരു പെർഫോമൻസ് കാട്ടാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ 2 വിങ്ങേഴ്സ് ഇന്നലെ അടിപൊളിയായിരുന്നു. ദാനെ ആയാലും ജമാൽ മുസിയാല ആയാലും രണ്ടാള് അടിപൊളി കളിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് എന്തോ ലാക്ക് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട് പല ടൈമിലും ജർമ്മനിക്ക്. നമ്മള് സ്വിറ്റ്സർലാൻഡിനോട് അതേ കളിയായിരുന്നു. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഡോമിനേഷൻ സ്കോട്ട്ലൻഡിനോട് വന്ന പോലെയോ അല്ലെങ്കിൽ ഹംഗറിനോട് ബാലൻസ്ഡ് ആയിട്ട് കളിച്ച്, എന്നാലും ആ ഒരു പീക്ക് ഫോമുള്ള ജർമ്മനിനെ പോലെ നമുക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോ സ്പെയിനിനോടോ ആരോടാണ് ഇനി വരാൻ പോകുന്നത് അറിയില്ലെങ്കിലും പ്രോബബ്ലി സ്പെയിൻ ആയിരിക്കും. സ്പെയിനോട് വന്നാൽ തന്നെ അവർക്ക് ആ ഒരു ഹൈ പ്രസിനോട് എങ്ങനെ കളിക്കുന്ന കണ്ടറിയേണ്ടി വരും. പിന്നെ ഡെൻമാർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെ നല്ല പെർഫോമൻസ് തന്നെയാണ്. അവരൊരു ടീമിന്റെ ഒരു കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് ആണ്. പിന്നെ റെഫറിങ് ഡിസിഷൻസ് ഒക്കെ ലൈക്ക് ഓൺ പോയിന്റ് ഡിസിഷൻസ് ആണെങ്കിലും അത് ജർമ്മനിക്ക് ഫേവർ ആയതുകൊണ്ട് ജർമ്മനി ജയിച്ചു പോയി. പണ്ട് ജർമ്മൻ ടീം എന്ന് കേൾക്കുമ്പോ എല്ലാവരും മനസ്സിൽ ഇങ്ങനെ ഒരു പേടി ചെലുത്താറുണ്ടായിരുന്നു. 2014 ഈവൻ 2010 2006 2008 യൂറോ, 2012 യൂറോ, ആ ടൈമിലൊക്കെ ഉള്ള ഒരു ടീമിന്റെ പേരൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു പേടി തോന്നുമായിരുന്നു. ഇപ്പോ ആ ഒരു പേടി ഇല്ല എന്നാണോ ദത്ത് പറഞ്ഞു തരുന്നത് ഫർസി? ദത്ത് പറഞ്ഞ പോലെ തന്നെ ജർമ്മനിക്ക് കുറെ സംഭവം ഇന്നലെ ലാക്ക് ചെയ്തു. ഫസ്റ്റ് കളി കണ്ടപ്പോ എല്ലാവർക്കും ജർമ്മനി തിരിച്ചു വന്നു. പണ്ടത്തെ പ്രതാപത്തിൽ വൈത്ത് പറഞ്ഞ പോലെ വിന്റേജ് ജർമ്മനി തിരിച്ചു വന്നതാണ്. പക്ഷെ ഹംഗറി മാച്ച് നോക്കിയാലും ഹംഗറി മാച്ചിൽ ഓക്കെ അബോവ് അവറേജ് വന്നു.
ഈ സ്വിറ്റ്സർലാൻഡ് പെർഫോമൻസ്, സ്വിറ്റ്സർലാൻഡ് ഡെൻമാർക്ക് പെർഫോമൻസ് നോക്കിയാൽ ഡോമിനേഷൻ നമുക്ക് കാണാൻ പറ്റില്ല. എതിർ എന്താ പറയുന്ന ഓപ്പോസിഷന് ചാൻസസും ഓപ്പോസിഷന് ഗെയിം നെയ്യാൻ ചാൻസസ് മിഡ്ഫീൽഡിൽ ജർമ്മനി ഉണ്ടാക്കി കൊടുത്തു. പ്രത്യേകിച്ച് ഡെൻമാർക്ക് ഇന്നലെ ഡെൻമാർക്ക് അങ്ങനെ കളിക്കും പ്രതീക്ഷിച്ചു. ഡെൻമാർക്ക് അത്യാവശ്യം നല്ല പോലെ തന്നെ കളിച്ച് മിഡ്ഫീൽഡ് ആണെങ്കിലും വിങ് ബാക്സ് യോക്കി മെയിലൊക്കെ നല്ല അബ്സല്യൂട്ട്ലി ഫണ്ടാസ്റ്റിക് ആയിരുന്നു ഇന്നലെ. നമുക്ക് തോന്നാ ജർമ്മനി എക്സ്പെക്ടേഷൻ ഒത്ത് കളിച്ചിട്ടാണ് തന്നെ പറയാൻ പറ്റും. നല്ല മുസിയാല സെക്കൻഡ് ഹാഫിലാണ് കളിച്ചത്. ഫസ്റ്റ് ഹാഫിൽ പിന്നെ പറഞ്ഞത് നമ്മുടെ സാന നല്ല നന്നായി കളിച്ചു. ക്രൂസ് പിന്നെ ആ ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ക്രൂസിന് ഇപ്പൊ എല്ലാവരും ഹൈപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ക്രൂസ് അവര് സ്റ്റാൻഡേർഡ് ഒത്ത് കളിച്ചല്ലാണ്ട് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ക്രൂസിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. പിന്നെ റോം മിഡിൽ സ്റ്റാർട്ടിന്റെ പകരം ഇറങ്ങിയിട്ട് നന്നായി കളിച്ചു എന്നാണ് തോന്നുന്നത്. പിന്നെ ഇന്നലെ ജോണത്തൻ താഴില്ലാതെ കൊണ്ട് തന്നെ ഷോർട്ടർ ബാക്ക് 3 കളിക്കുന്ന പ്ലെയർ ആണ്. ബാക്ക് 3 റൈറ്റ് സൈഡ് കളിക്കുന്ന പ്ലെയർ ആണ്. അതുകൊണ്ട് ബാക്ക് 2 പുള്ളിക്ക് സെറ്റ് ആവണില്ല. ഇന്നലെ താക്ക് സസ്പെൻഷൻ ആയതുകൊണ്ടാണ് ഷോർട്ടർ ബാക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് ആ ഒരു വോയിഡ് ഫീൽ ചെയ്യുന്നു. ആ ഒരു ഗ്യാപ്പിൽ ഹോയിലൻഡ് കുറെ റൺസ് ഇടാൻ പറ്റി. അതുകൊണ്ട് റൂഡിഗർ നല്ല ഹെവി ഡ്യൂട്ടി വന്നിട്ടില്ല. അതുകൊണ്ട് വിങ് ബാക്സ് ഓക്കെ എന്ന് വെച്ചാൽ ഈ മിഡ്ഫീൽഡിൽ കുറച്ച് വോയിഡ് ഫീൽ ചെയ്തു. പിന്നെ ഡിഫൻസിലും സെന്ററിൽ അതുകൊണ്ട് കുറെ ചാൻസസ് മീൻസ് ഷോട്ട്സിനെക്കാളും കുറെ അറ്റാക്കിംഗ് ഡ്രൈവ് ഡെൻമാർക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഡെൻമാർക്ക് നമ്മൾ പ്രഡിക്ഷനിൽ പറഞ്ഞ പോലെയല്ല, നന്നായി കളിച്ചിരുന്നു. ഒബ്വിയസ്ലി ഈ ജർമ്മനി അറ്റാക്കിംഗ് കളിച്ചിരുന്നു. നല്ല മുസിയാല ആണെങ്കിലും ആവേഴ്സ് ആണെങ്കിലും. മുസിയാല സെക്കൻഡ് ഹാഫിലാണ് നന്നായി കളിക്കാൻ തുടങ്ങിയത്. ഓവറോൾ ജർമ്മനി എക്സ്പെക്ട് ചെയ്ത ആ ലെവലില് കളിച്ചിട്ട് തന്നെയാണ് റിസൾട്ട് ലഭിച്ചു. ആ ലെവലിൽ കളിച്ചിട്ട ജർമ്മനി ഇപ്പോഴും ആ ഒരു ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാളിഫൈ ആവുമ്പോ അവർ സ്റ്റിൽ ഹോം ടീം എന്ന ഒരു അഡ്വാൻറ്റേജും അതുപോലെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂറോപ്യൻ ടീംസ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജിലോടും കൂടി അവർ ക്വാർട്ടർ ഫൈനലിൽ കയറിയിട്ട് ഇതേ അഡ്വാൻറ്റേജ് മെയിൻറ്റെയിൻ ചെയ്ത് അവർക്ക് ഫൈനൽ വരെ എത്താൻ പറ്റും. ഷാമിൽ അതിനുള്ള ചാൻസസ് ഹൈ ആണ് ജർമ്മനിക്ക്. ഞാൻ ഇന്നലത്തെ കളി കുറച്ച് ഡൗൺ ആയിരുന്നു ജർമ്മനിയുടെ ഭാഗത്തുനിന്ന്. പക്ഷെ ഇഷ്ടംപോലെ ചാൻസുകളും വന്നിരുന്നു ജർമ്മനിക്ക്. പിന്നെ ഒരു സ്ട്രൈക്കർ ഇല്ലാത്തത് അവരെ കുറച്ചൊക്കെ ലാക്ക് ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട്. ഇപ്പോ ഏതൊരു ടീം എടുത്താലും അവിടെ നല്ലൊരു സ്ട്രൈക്കർ ഉണ്ടാവും ടീമിന്. ഇപ്പോ ഇവിടെ വന്നാല് ഫുൾക്രഗ് യൂസ് ചെയ്യാം. പക്ഷെ ഫുൾക്രഗൊക്കെ എപ്പെങ്കിലും ഒരു 50-50 സ്ട്രൈക്കർ എന്നാണെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ ഒരു ഗോൾ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒരു വിശ്വാസമില്ലാത്തൊരു സ്ട്രൈക്കറാണ്. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ബാക്കിയൊക്കെ സെമി ഫൈനലിൽ കണ്ടറിയേണ്ടി വരും. ഇങ്ങനെയുള്ള സ്റ്റേജുകളിലൊക്കെ എത്രത്തോളം പോകുന്നുള്ളത്. പിന്നെ ഹോം ടീമിന്റെ അഡ്വാൻറ്റേജ് എന്തായാലും ഉണ്ടാവും. പക്ഷെ ഒരു ടീമിന്റെ ഒരു ലൗഡ് ഫാൻ ബേസ് അല്ല ജർമ്മനിക്ക് ഉള്ളത്. അവിടുത്തെ ക്ലബ് ലെവലില് ആ ഫാൻസ് കൊടുക്കുന്ന ആ സപ്പോർട്ട് ഇന്റർനാഷണൽ ലെവലിൽ കാണാൻ പറ്റുന്നില്ല. ഞാൻ കേട്ടത് അവിടുത്തെ ജർമ്മൻ നാഷണൽ ടീമായിട്ട് എന്തൊക്കെയോ പ്രശ്നം അങ്ങനെയൊക്കെയാ കേട്ടത്. എന്നാലും ആ ഒരു അഡ്വാൻറ്റേജ് ജോർജ് ഫാൻസും ടർക്കി ഫാൻസും ഒക്കെ ഉണ്ടാക്കുന്ന സൗണ്ട് ആ ലെവലിലേക്കൊന്നും എത്തുന്നില്ല. ഇന്നലെ ഡോട്ട്മണ്ടിലാണ് ഉണ്ടായിരുന്നത്. ഡോട്ട്മണ്ട് സ്റ്റേഡിയത്തിലാണ് കളി ഉണ്ടായിരുന്നത്. ലൗഡ് അല്ലായിരുന്നു. ബയേണും ഡോർട്ട്മുണ്ടിലും പ്ലേയേഴ്സ് കുറഞ്ഞുകൊണ്ടാണ് ഫാൻ സപ്പോർട്ട് കുറഞ്ഞത്. അത് തോന്നുന്നില്ല. അവരുടെ എന്തൊക്കെയോ നാഷണൽ ടീംസിൽ എന്തൊക്കെയോ പ്രശ്നമുള്ള പോലെ ആൾക്കാരും ഫാൻസും നാഷണൽ ടീമായിട്ട് അത് പണ്ടോട്ടെ കേൾക്കുന്നുണ്ട്. വേൾഡ് കപ്പ് ഒക്കെ ഓസിലിനൊക്കെ എതിരെയുള്ള റേസിസ്റ്റ് ചാൻസും അങ്ങനത്തെ പല ടീമും. അപ്പോ ജർമ്മൻ ടീമും സ്വിറ്റ്സർലാൻഡ് ടീമും രണ്ടുപേരും ഇപ്പൊ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും എതിരാളികൾ ആരാ വരുന്നതെന്ന് നമുക്ക് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ഈ വരുന്ന മാച്ചുകൾ കണ്ടു കഴിഞ്ഞാലേ അറിയാൻ കഴിയുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ ഇവർ ഈ ഒരു ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്ത് ഇവരുടെ കറണ്ട് ഫോമും ആ ഒരു നല്ല കളിയും മെയിൻറ്റെയിൻ ചെയ്ത് അവർക്ക് ഇനിയും മുന്നേറാൻ പറ്റട്ടെ എന്ന് വിശ്വസിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബൈ ഗൈസ്. ബൈ.